ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ക്യാപ്സിക്കും ക്യാരറ്റും സവോളയും നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. പിന്നെ നമ്മൾ ബോൺലെസ് ചിക്കൻ ഒരു സ്ട്രിപ്സായിട്ട് കട്ട് ചെയ്ത് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ബാറ്റർ റെഡിയാക്കണം. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് കോൺഫ്ലവർ, പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് 1 കോഴിമുട്ട വേണം. ഒരു കോഴിമുട്ട ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കോഴിമുട്ട ഓപ്ഷണലാണ്, എങ്കിലും അതിൻ്റെ ഒരു ടെക്സ്ചറും ഒരു ക്രിസ്പിനെസ്സിനും ഒക്കെ വേണ്ടി നല്ലതാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആവുന്നവരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ബാറ്ററിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കതിലോട്ട് ഓരോരോ പീസായിട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതേപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന ടൈമിൽ നമുക്ക് ചിക്കനെല്ലാം കോരി മാറ്റാം. ഇനി ഒരു പാൻ വെച്ചിട്ട് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് സെയിം ഓയിൽ തന്നെ എടുക്കാം കേട്ടോ. അപ്പം ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി ഞാനിവിടെ ചതച്ചതാട്ടോ എടുത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് സോട്ടായി വരട്ടെ. ഇനി ഇതിലോട്ട് 1 സവോള നീളത്തിലരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഈ ഒരു ടൈമിൽ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് സോട്ട് ചെയ്യാം. ഇനി അതിന് ശേഷം നമ്മളിവിടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റും ക്യാപ്സിക്കും ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തില്ല. ഇനി ഇതെല്ലാം വെജിറ്റബിൾസ് എല്ലാം സോട്ടായതിന് ശേഷം നമുക്ക് സോയാ സോസ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. പിന്നെ ഞാനിവിടെ ഗ്രീൻ ചില്ലി സോസാണ് എടുത്തിരിക്കുന്നത്. റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചേർക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു ടൈമിൽ ഇത് ഡ്രൈ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളത്തിൽ കോൺഫ്ലവർ കൂടി കലക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ സോസ് എല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിച്ചു കിട്ടും. അപ്പോൾ ആ സോസ് എല്ലാം നന്നായിട്ട് ചിക്കനിലോട്ട് പിടിക്കും. കുറച്ച് നേരം അങ്ങനെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫൈനലായിട്ട് കുറച്ച് കാഷ്യൂസ് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അല്ലാതെയാണ് ഇട്ട് കൊടുക്കുന്നത്. കാഷ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെളുത്ത എള്ള. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയനും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം അത് നല്ല ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയുക. Thank you for watching.